Welcome back, my dear students and friends. Today, you are going to learn the last part of third chapter, Global Enterprises and Joint Ventures. ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ് വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. ഇനി നമുക്ക് ഗ്ലോബൽ എൻ്റർപ്രൈസസിനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ഇപ്പോഴിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന സോണി കോർപ്പറേഷൻ, അതുപോലെ തന്നെ കൊക്കക്കോള, അതുപോലെ തന്നെ നോക്കിയ, ജോൺസൺ ആൻഡ് ജോൺസൺ, നെസ്ലെ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് TCS, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ നിങ്ങൾക്ക് സുപരിചിതമാണല്ലേ. എന്താണ് ഇത്തരം കമ്പനികളുടെ പ്രത്യേകത എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? യെസ്, ഇത്തരം കമ്പനികൾ എന്ന് പറയുന്നത് വളരെ വലിയ കമ്പനികളാണ്. ആയിരക്കണക്കിന് കോടികളാണ് ഇത്തരം കമ്പനികളുടെ ആസ്തി എന്ന് പറയുന്നത്. അങ്ങനെ ഭീമാകാരമായ അല്ലെങ്കിൽ ജൈജാൻറ്റിക് ഷേപ്പുള്ള ഇത്തരം സ്ഥാപനങ്ങളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭീമാകാരമായ അല്ലെ ജൈജാൻറ്റിക് സൈസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇതൊക്കെ അല്ലേ. യെസ്, അതുമാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനം ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നില്ല. ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ഭീമാകാരമായ ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ഭീമാകാരമായ ഇത്തരം സ്ഥാപനങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുടെ സൈസ് എന്ന് പറയുന്നത് വളരെ വലിയ സൈസായിരിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. നമുക്ക് നോക്കാം. ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCs, ആഗോള സംരംഭങ്ങൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ, MNC എന്ന് ചുരുക്കത്തിൽ പറയും. ഗ്ലോബൽ എൻ്റർപ്രൈസസ് ഓർ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNCs, are gigantic corporations which have their operations in a number of countries. They are characterized by their huge size, large number of products, advanced technology, marketing strategies, and network of operations all over the world. ഗ്ലോബൽ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകൾ നിരവധി രാജ്യങ്ങളിൽ പ്രവർത്തനം നടത്തുന്ന ഭീമാകാരമായ കോർപ്പറേഷനുകളാണ്. അവയുടെ വലിയ വലിപ്പം, ധാരാളം ഉൽപ്പന്നങ്ങൾ, നൂതന സാങ്കേതിക വിദ്യ, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ, ലോകമെമ്പാടുമുള്ള പ്രവർത്തന ശൃംഖല എന്നിവയാണ് ഇവയുടെ സവിശേഷതകൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എൻ്റർപ്രൈസസ്, സവിശേഷതകൾ. ഫസ്റ്റ്, ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്, വിപുലമായ മൂലധന വിഭവങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങളുടെ മൂലധനം അല്ലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് കോടികളായിരിക്കും. അത്രയും പതിനായിരക്കണക്കിന് കോടികൾ അല്ലെ ലക്ഷക്കണക്കിന് കോടികൾ മൂലധനമുള്ള ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയ സ്ഥാപനങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നോക്കാം. These enterprises are characterized by possessing huge financial resources and the ability to raise funds from different sources. ഈ സംരംഭങ്ങളുടെ സവിശേഷത വലിയ സാമ്പത്തിക സ്രോതസ്സുകളും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനസമാഹരണത്തിനുള്ള കഴിവുമാണ്. 2, ഫോറിൻ കൊളാബറേഷൻ, വിദേശ സഹപ്രവർത്തനം. ഇത്തരം സ്ഥാപനങ്ങൾ മറ്റ് പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമ്പോൾ ആ ഒരു രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുമായി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട് അതിലൂടെയാണ് അത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മറ്റ് വിദേശ രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുന്നത്. അത്തരം വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഇവർ അത്തരം സ്ഥാപനങ്ങൾക്ക് കൈമാറാൻ വേണ്ടി തയ്യാറാവുന്നു. ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അത്തരം സ്ഥാപനങ്ങളുമായി ടൈപ്പ് ആവുന്നു.
മാത്രമല്ല അന്തിമ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം വളരെ പോപ്പുലറായ ഇത്തരം ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കാനുള്ള ഒരു അവകാശം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പകരമായിട്ട് ആ കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് ഇത്തരം ഗ്ലോബൽ എൻ്റർപ്രൈസസിന് കൈമാറേണ്ടിയിരിക്കുന്നു. നോക്കാം. ഗ്ലോബൽ എൻ്റർപ്രൈസസ് യൂഷ്വലി എൻ്റർ ഇൻ ടു എഗ്രിമെൻറ്റ്സ് വിത്ത് ഇന്ത്യൻ കമ്പനീസ് പെർട്ടൈനിങ് ടു ദി സെയിൽ ഓഫ് ടെക്നോളജി, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, യൂസ് ഓഫ് ബ്രാൻഡ് നെയിംസ് ഫോർ ദി ഫൈനൽ പ്രൊഡക്ട്സ് എക്സെട്ര. സാങ്കേതിക വിദ്യയുടെ വിൽപ്പന, ചരക്കുകളുടെ ഉൽപ്പാദനം, അന്തിമ ഉൽപ്പന്നങ്ങൾക്കായി ബ്രാൻഡ് നാമങ്ങളുടെ ഉപയോഗം മുതലായവയുമായി ബന്ധപ്പെട്ട് ആഗോള കമ്പനികൾ സാധാരണയായി ഇന്ത്യൻ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നു. നെക്സ്റ്റ്, അഡ്വാൻസ്ഡ് ടെക്നോളജി, നൂതന സാങ്കേതിക വിദ്യ. നേരത്തെ പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ കരസ്ഥമാക്കുന്നത്. നോക്കാം. They possess advanced technology and are able to produce products with international standards and quality. അന്താരാഷ്ട്ര നിലവാരവും ഗുണനിലവാരവുമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന നൂതന സാങ്കേതികവിദ്യ അവർക്കുണ്ട്. പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ, ഉൽപ്പന്ന നവീകരണം. ഇത്തരം സ്ഥാപനങ്ങൾ ജൈജാൻറ്റിക് സൈസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വലിയ എമൗണ്ട് റിസർച്ച് വിങ്ങിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ ഗവേഷണ വിഭാഗം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ പുതിയ സവിശേഷതകളുടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ. നോക്കാം. ദി റിസർച്ച് വിങ് ഓഫ് ദീസ് എൻ്റർപ്രൈസസ് ഡെവലപ്സ് ന്യൂ പ്രൊഡക്ട്സ് വിത്ത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ്. ഈ സംരംഭങ്ങളുടെ ഗവേഷണ വിഭാഗം നൂതന സവിശേഷതകളുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നു. നെക്സ്റ്റ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ദി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് ഗ്ലോബൽ കമ്പനീസ് ആർ ഫാർ മോർ ഇഫക്റ്റീവ് ദാൻ അതർ കമ്പനീസ്. ആഗോള കമ്പനികളുടെ വിപണന തന്ത്രങ്ങൾ മറ്റ് കമ്പനികളേക്കാൾ വളരെ ഫലപ്രദമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി, വിപണി പ്രദേശത്തിൻ്റെ വിപുലീകരണം. Their operations and activities extend beyond the physical boundaries of their own countries. അവരുടെ പ്രവർത്തനങ്ങൾ സ്വന്തം രാജ്യങ്ങളുടെ ഭൗതിക അതിർത്തികൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു, ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഏത് രാജ്യത്താണോ അവർ ഒറിജിനലായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രാജ്യത്ത് മാത്രമായിരിക്കില്ല അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. നെക്സ്റ്റ്, സെൻട്രലൈസ്ഡ് കൺട്രോൾ, കേന്ദ്രീകൃത നിയന്ത്രണം. ദേ ഹാവ് ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ദെയർ ഓൺ ഹോം കൺട്രി ആൻഡ് എക്സസൈസസ് കൺട്രോൾ ഓവർ ഓൾ ബ്രാഞ്ചസ് ആൻഡ് സബ്സിഡറീസ്. ആഗോള സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് അതിൻ്റെ മാതൃരാജ്യത്തുള്ള കേന്ദ്ര ഓഫീസ് വഴിയാണ്. ഓരോ മൾട്ടിനാഷണൽ കമ്പനീസും അല്ലെങ്കിൽ ഗ്ലോബൽ എൻ്റർപ്രൈസസിൻ്റെയും രജിസ്ട്രേഡ് ഓഫീസ് അല്ലെങ്കിൽ മെയിൻ ഓഫീസ് എവിടെയാണോ ആ ഓഫീസിൽ നിന്നുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രലൈസ്ഡ് കൺട്രോളാണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ, സംയുക്ത സംരംഭങ്ങൾ. എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് നമുക്ക് നോക്കാം. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സംയുക്ത സംരംഭങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയും. ഇപ്പോൾ രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു, ഒന്നിച്ചു ചേർന്ന് ഒരു എഗ്രിമെൻ്റ് പ്രകാരം അവർ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് രണ്ട് സ്ഥാപനങ്ങളും അവരുടെ എഗ്രിമെൻ്റ് പ്രകാരം അവർ വീതിച്ചെടുക്കും. നോക്കാം. ജോയിൻറ്റ് വെഞ്ചർ, സംയുക്ത സംരംഭങ്ങൾ. വെൻ ടു ബിസിനസ് agree to join together for a common purpose and mutual benefit, it is called joint venture. Thus, a joint venture is the pooling of resources and expertise by two or more businesses to achieve a particular goal.
ദി റിസ്ക് ആൻഡ് റിവാർഡ് ഓഫ് ദി ബിസിനസ് ആർ ഓൾസോ ഷെയർഡ്. ഒരു പൊതു ആവശ്യത്തിനും പരസ്പര ലാഭത്തിനുമായി രണ്ട് ബിസിനസ്സുകൾ ഒന്നിച്ചു ചേരാൻ സമ്മതിക്കുമ്പോൾ അതിനെ സംയുക്ത സംരംഭം എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായി രണ്ടോ അതിലധികമോ ബിസിനസ്സുകൾ വിഭവങ്ങളും വൈദഗ്ധ്യവും സമാഹരിക്കുന്നതാണ് ഒരു സംയുക്ത സംരംഭം. ബിസിനസ്സിൻ്റെ അപകട സാധ്യതകളും പ്രതിഫലങ്ങളും രണ്ടുപേരും പങ്കിടുന്നു. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ജോയിൻറ്റ് വെഞ്ചറുകളുടെ തരങ്ങൾ. ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലാണ് ജോയിൻറ്റ് വെഞ്ചറുകൾ ഉള്ളത്. ഒന്ന് കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ, കരാർ സംയുക്ത സംരംഭം. അല്ലെങ്കിൽ രണ്ടാമത്തത് ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ, ഇക്വിറ്റി അടിസ്ഥാനമാക്കിയുള്ള സംയുക്ത സംരംഭം. നോക്കാം. കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ കരാർ സംയുക്ത സംരംഭം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്ന് ഒരു എഗ്രിമെൻറ്റിലൂടെ, ഒരു കരാറിലൂടെ സംയുക്തമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെയാണ് പറയുന്നത് കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബിസിനസ് സൃഷ്ടിക്കുന്നില്ല, പുതിയൊരു ബിസിനസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോഴുള്ള ബിസിനസ് തന്നെ അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം പങ്കിടുന്നില്ല, പകരം ഒരു കരാർ മാത്രമേ അവിടെയുള്ളൂ. ആ കരാർ പ്രകാരം എന്താണോ, ആരെയാണോ ഹെൽപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണോ അവർ സഹകരിക്കേണ്ടത്, ആ രീതിയിൽ സഹകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നോക്കാം. ഇൻ എ കോൺട്രാക്ച്വൽ ജോയിൻറ്റ് വെഞ്ചർ എ ന്യൂ jointly owned entity is not created. There is only an agreement to work together. The parties do not share ownership of the business but exercise some elements of control in the joint venture. A typical example of a contractual joint venture is a franchisee relationship. ഒരു കരാർ സംയുക്ത സംരംഭത്തിൽ സംയുക്തമായി ഉടമസ്ഥതയിലുള്ള ഒരു പുതിയ എൻറ്റിറ്റി സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു കരാർ മാത്രമേ ഉള്ളൂ. കക്ഷികൾ ബിസിനസ്സിൻ്റെ ഉടമസ്ഥാവകാശം പങ്കിടുന്നില്ല, പക്ഷേ സംയുക്ത സംരംഭത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഒരു കരാർ സംയുക്ത സംരംഭത്തിൻ്റെ ഒരു സാധാരണ ഉദാഹരണം ഒരു ഫ്രാഞ്ചൈസി ബന്ധമാണ്. അടുത്തത് ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ ഇക്വിറ്റി അധിഷ്ഠിത ജോയിൻറ്റ് വെഞ്ചർ. ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു കരാർ പ്രകാരം രണ്ടോ അതിലധികമോ ബിസിനസ് സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു പുതിയ ബിസിനസ് രൂപീകരിക്കുന്നു. അങ്ങനെ പുതിയ ബിസിനസ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ബിസിനസ് സ്ഥാപനങ്ങളും ചേർന്നിട്ടാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നത്. അങ്ങനെ രണ്ട് ബിസിനസ് കൂടി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് ബിസിനസ് ഒരു എഗ്രിമെൻ്റ് പ്രകാരം പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഇക്വിറ്റി ബേസ്ഡ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയാം. നോക്കാം. ആൻ ഇക്വിറ്റി ജോയിൻറ്റ് വെഞ്ചർ എഗ്രിമെൻറ്റ് ഈസ് വൺ in which a separate business entity jointly owned by two or more parties is formed in accordance with the agreement of the parties. The key operative factor in such case is joint ownership by two or more parties. ഇതിൽ ഒരു കരാർ പ്രകാരം രണ്ടോ അതിലധികമോ കക്ഷികളുടെ സംയുക്ത ഉടമസ്ഥതയിൽ ഒരു പ്രത്യേക ബിസിനസ് എൻറ്റിറ്റി രൂപീകരിക്കുന്നു. രണ്ടോ അതിലധികമോ കക്ഷികളുടെ സംയുക്ത ഉടമസ്ഥാവകാശമാണ് ഇതിലെ പ്രധാന ഘടകം. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓർ നേട്ടങ്ങൾ. ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻക്രീസ്ഡ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി. വർദ്ധിച്ച വിഭവങ്ങളും ശേഷിയും. രണ്ട് ബിസിനസ് ചേർന്നുകൊണ്ട് ഒന്നായി ഒരു എഗ്രിമെൻറ്റിലൂടെ അവർ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ശേഷി വളരെയേറെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ നേടാൻ വേണ്ടി സാധിക്കുന്നു. നോക്കാം. ജോയിനിങ് ഹാൻഡ്സ് വിത്ത് അനദർ ആഡ്സ് ടു എക്സിസ്റ്റിംഗ് റിസോഴ്സസ് ആൻഡ് കപ്പാസിറ്റി എനേബിളിംഗ് ദി ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ടു ഗ്രോ ആൻഡ് എക്സ്പാൻഡ് മോർ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. മറ്റൊരാളുമായി കൈകോർക്കുന്നത് നിലവിലുള്ള വിഭവങ്ങളും ശേഷിയും വർദ്ധിപ്പിക്കുന്നു. സംയുക്ത സംരംഭ കമ്പനിയെ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും വളരാനും വികസിപ്പിക്കാനും ഇത് സഹായിക്കുന്നു.
നെക്സ്റ്റ്, ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പുതിയ വിപണിയും വിതരണ ശൃംഖലയും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു. രണ്ട് ബിസിനസ്സുകൾ ചേർന്നിട്ട് ഒരു എഗ്രിമെൻറ്റിലൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ഥാപനങ്ങൾ രണ്ട് രാജ്യത്തുള്ള പങ്കാളികളാണെങ്കിൽ, രണ്ട് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ രണ്ട് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ രണ്ട് രാജ്യത്തും അവർക്ക് ഈസി ആയിട്ട് അവരുടെ വിതരണ ശൃംഖല വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നോക്കാം. വെൻ എ ബിസിനസ് എൻറ്റേഴ്സ് ഇൻ ടു എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് എ പാർട്ട്ണർ ഫ്രം അനദർ കൺട്രി, ഇറ്റ് ഓപ്പൺസ് അപ്പ് എ വാസ്റ്റ് ഗ്രോയിങ് മാർക്കറ്റ്. ഒരു ബിസിനസ് മറ്റൊരു രാജ്യത്ത് നിന്നുള്ള പങ്കാളിയുമായി ഒരു സംയുക്ത സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വിശാലമായ ഒരു വിപണി കണ്ടെത്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ആക്സസ് ടു ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താൻ. ഇപ്പോൾ രണ്ട് ബിസിനസ് ഒന്നിച്ച് ചേർന്ന് ഒറ്റ ബിസിനസ്സായിട്ട് പ്രവർത്തിക്കുമ്പോൾ രണ്ട് ബിസിനസ്സിലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണോ ആ ടെക്നോളജിയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഏതാണ് അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം. മാത്രമല്ല അവരുടെ റിസോഴ്സ് വളരെയേറെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ടെക്നോളജി വികസിപ്പിച്ചെടുക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. നോക്കാം. ദി ബിസിനസ് വിൽ ഗെറ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ത്രൂ ജോയിൻറ്റ് വെഞ്ചേഴ്സ്. സംയുക്ത സംരംഭങ്ങളിലൂടെ ബിസിനസ്സിന് നൂതന സാങ്കേതിക വിദ്യ ലഭിക്കും. നെക്സ്റ്റ്, ഇന്നവേഷൻ, നവീകരണം. ഫോറിൻ പാർട്ട്നേഴ്സ് മേ കം അപ്പ് വിത്ത് ഇന്നവേറ്റീവ് പ്രൊഡക്ട്സ് ബിക്കോസ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജി. പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യയും കാരണം വിദേശ പങ്കാളികൾക്ക് നൂതന ഉൽപ്പന്നങ്ങളുമായി കടന്നു വരാം. ഇപ്പോൾ വിദേശത്തുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനവുമായിട്ടാണ് ഇന്ത്യയിലുള്ള ബിസിനസ് സ്ഥാപനം പങ്കാളിത്തത്തിലേക്ക് ഏർപ്പെടുന്നതെങ്കിൽ, ഇത്തരം ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഏർപ്പെടുന്നതെങ്കിൽ അത്തരം വിദേശ കമ്പനികൾ ചിലപ്പോൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള കമ്പനികളായിരിക്കാം. അവർ പുതിയ പുതിയ ഇന്നവേറ്റീവ് പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളായിരിക്കാം. അപ്പോൾ അത്തരം കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം ഇന്നവേറ്റീവ് പ്രൊഡക്റ്റുകൾ, അവരുടെ ലേറ്റസ്റ്റ് ടെക്നോളജി, ഇതൊക്കെ തന്നെ ഇന്ത്യൻ കമ്പനികൾക്കും ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. നെക്സ്റ്റ്, ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കുറഞ്ഞ ഉൽപ്പാദന ചെലവ്. ഒരു വിദേശ കമ്പനി ഇന്ത്യൻ കമ്പനിയുമായി ജോയിൻറ്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യയിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കുറഞ്ഞ ഉൽപ്പാദന ചെലവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും. പ്രധാനമായിട്ടും ഇന്ത്യയിൽ അസംസ്കൃത വസ്തുക്കൾ ചെറിയ വിലയ്ക്ക് ലഭ്യമാണ്. തൊഴിലാളികളുടെ ചെലവും വളരെ കുറവാണ്. അതുപോലെ സാങ്കേതികമായി യോഗ്യതയുള്ള തൊഴിൽ ശക്തി, മാനേജ്മെൻറ്റ് പ്രൊഫഷണലുകൾ എന്നിവ ഇവിടെ വളരെ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നോക്കാം. ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് അറ്റ് ലോവർ കോസ്റ്റ് ബിക്കോസ് ഇൻ ഇന്ത്യ ലോ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ, ടെക്നിക്കലി ക്വാളിഫൈഡ് വർക്ക് ഫോഴ്സ്, മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ്, എക്സലൻറ്റ് മാൻ പവർ ഇൻ ഡിഫറൻറ്റ് കേഡർ എക്സെട്ര ആർ അവൈലബിൾ. കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് കഴിയും. കാരണം ഇന്ത്യയിൽ അസംസ്കൃത വസ്തുക്കളുടെയും തൊഴിലാളികളുടെയും കുറഞ്ഞ ചെലവ്, സാങ്കേതികമായി യോഗ്യതയുള്ള തൊഴിൽ ശക്തി, മാനേജ്മെൻറ്റ് പ്രൊഫഷണലുകൾ, വ്യത്യസ്ത കേഡറിലുള്ള മികച്ച മനുഷ്യശക്തി തുടങ്ങിയവ ലഭ്യമാണ്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് നെയിം, അംഗീകരിക്കപ്പെട്ട ബ്രാൻഡ് നാമം. ഇപ്പോൾ രണ്ട് ബിസിനസ്സുകൾ ചേർന്ന് സംയുക്തമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് നെയിമാണോ വളരെയേറെ പോപ്പുലർ ആയിരിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ ഈസി ആയിട്ട് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കും. വെൻ ടു ബിസിനസ് എൻ്റർ ഇൻ ടു എ ജോയിൻറ്റ് വെഞ്ചർ, വൺ ഓഫ് ദി പാർട്ടീസ് ബെനിഫിറ്റ് ഫ്രം ദി അതേഴ്സ് ഗുഡ് വിൽ വിച്ച് ഹാസ് ഓൾറെഡി ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി മാർക്കറ്റ്. രണ്ട് ബിസിനസ്സുകൾ ഒരു സംയുക്ത സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കക്ഷികൾ ഇതിനകം വിപണിയിൽ സ്ഥാപിതമായ ബ്രാൻഡ് നാമത്തിൽ നിന്ന് പ്രയോജനം നേടുന്നു. നെക്സ്റ്റ്, അടുത്തൊരു പോയിൻ്റാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, PPP. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ വികസനത്തിനും മറ്റ് സേവനങ്ങളും സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ഇവിടെ പബ്ലിക് എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ് സ്ഥാപനമാണ്, അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസ് ആണ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് പാർട്ടീസ്. അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനം അല്ലെങ്കിൽ പബ്ലിക് എൻ്റർപ്രൈസസും പ്രൈവറ്റ് സ്ഥാപനവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നോക്കാം. PPP ഈസ് എ റിലേഷൻഷിപ്പ് between public and private entities in the context of infrastructure and other services. The public partners in PPP are government entities. Under the PPP model, public sector plays an important role and ensures that social obligations are fulfilled. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനത്തിനും മറ്റ് സേവനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് PPP. PPPയിലെ പൊതു പങ്കാളികൾ സർക്കാർ സ്ഥാപനങ്ങളാണ്. PPP മാതൃകയിൽ പൊതുമേഖല ഒരു പ്രധാന പങ്ക് വഹിക്കുകയും സാമൂഹിക ബാധ്യതകൾ നിറവേറ്റുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.